എന്തായാലും ആചാരങ്ങളുമായി ബന്ധപ്പെട്ടും ചരിത്രം വളച്ചൊടിക്കുന്നു എന്ന തരത്തിലുമൊക്കെ പലതരത്തിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. അത് ശബരിമലയിൽ ബാബരുമായി ബന്ധപ്പെട്ടായാലും ഓണവുമായി ബന്ധപ്പെട്ടായാലും ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗം കൂടി ഉണ്ടോ? ആ വിഷയത്തിൽ രാഹുൽ ഈശ്വർ നമുക്കൊപ്പം അല്പസമയത്തിനകം തന്നെ ചർച്ചയിൽ പങ്കെടുക്കും. അതിനു മുൻപ് ഞാൻ ഫാദർ മയാറ്റിലേക്ക് പോവുകയാണ്. ഫാദർ മയാറ്റിൽ, ഇവിടെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് വിവിധ മതസ്ഥർ നടത്തുന്ന സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ എല്ലാ മതത്തിലും പെട്ട വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഈ അധ്യാപകർ എന്ന് പറയുന്നത് കുട്ടികളുടെ ലൈഫിൽ അവരെങ്ങനെ ഇൻഫ്ലുവൻസ് ചെലുത്തും എന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു അധ്യാപകരുടെ ഭാഗത്തു നിന്നാണ് ഈ വിധത്തിലുള്ള വിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിൽ, അതും കുഞ്ഞു കുട്ടികളോടാണ്, പ്രീ സ്കൂളിലെ കുട്ടികളോടും LKG വിഭാഗം കുട്ടികളോടുമാണ് ഈ അധ്യാപകർ, അവരുടെ രക്ഷിതാക്കളോടാണ് ഇവർ സംവദിക്കുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ എന്താണ് നമ്മളുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്നത്? ഈ കുഞ്ഞു പ്രായത്തിലെ തന്നെ അവരിലേക്ക് വിദ്വേഷം ഇതുപോലെ ഇൻജക്റ്റ് ചെയ്യപ്പെടുകയാണോ? ഇതൊരൊറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാൻ കഴിയുമോ? അതോ ഇപ്പോൾ ഈ മാനേജ്മെന്റ് തന്നെ പറയുന്നത് അവരുടെ യാതൊരു അറിവോടെയും അല്ല, അധ്യാപകർ അവർക്ക് തോന്നിയത് പറയുന്നു എന്ന വിധത്തിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇതുപോലെയുള്ള വിദ്വേഷം പേർന്ന അധ്യാപകർക്ക് അതൊക്കെ കുട്ടികളിലേക്ക് നിർബാധം ഇൻജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണോ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ളത്? സത്യത്തില് ആ അധ്യാപിക ചെയ്തത് അത് തെറ്റാണെന്ന് ആ മാനേജ്മെന്റ് തന്നെ പറഞ്ഞിരിക്കുന്നു. അത് തെറ്റാണെന്ന് പൊതുസമൂഹം പറയുന്നു. ഇപ്പോൾ സംസാരിച്ച ശ്രീ നാസർ ഫൈസിയും ശ്രീ ഗഫൂറും ഒക്കെ അത് കൃത്യമായിട്ട് പറയുന്നു. എന്ന് മാത്രമല്ല, അത് തെറ്റാണെന്ന് സർക്കാർ തന്നെയും കൃത്യമായ നിലപാടെടുത്തിരിക്കുന്നു. ഒരു സസ്പെൻഷൻ തന്നെ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. അപ്പോ ഇത് വർഗീയത ബാധിച്ച വ്യക്തികൾ പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുകയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വലിയ അപകടം ഉണ്ടാക്കും. അത് ഞാൻ അതിനെ ഒറ്റപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതിനെ തീർച്ചയായിട്ടും എല്ലാവരും ഒന്നിച്ച് തള്ളിപ്പറയുന്നത് കാണുന്നത് സന്തോഷമുണ്ട്. എനിക്ക് ഇവിടെ പറയാനുള്ളത്, ഇതൊരു മതപരമായ ഒന്നാണ് എന്ന് എപ്പോഴാണ് ഓണം മതപരമായ ഒന്നാണെന്നുള്ള ചിന്ത നമ്മുടെ ഇടയിൽ വന്നത്? ഞങ്ങളൊക്കെ ചെറുപ്പത്തില് സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. കേരളത്തിന്റെ ദേശീയോത്സവമാണ് ഓണം. ഞാൻ അതിനെപ്പോഴും കണ്ടിട്ടുള്ളത് ഒരു മൂല്യങ്ങളുടെ ആഘോഷം എന്ന രീതിയിൽ. പ്രത്യേകിച്ച് ഞാൻ കാണുന്നത് ഒരു പോസ്റ്റ് മോഡേൺ സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ പോസ്റ്റ് ട്രൂത്ത് സൊസൈറ്റി എന്നൊക്കെ പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ മൂല്യങ്ങളുടെ ഇത്തരം ആഘോഷങ്ങൾ വളരെ ആവശ്യമാണെന്നുള്ളതാണ്. വളരെ വളരെ ആവശ്യമാണ്. ഞാന് ഓണം വരുമ്പോൾ എനിക്ക് സന്തോഷമുള്ളത് സങ്കീർത്തനം 15 ഞാൻ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. കാരണം അത് മൂല്യങ്ങളുടെ ആഘോഷമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. എത്ര ഭംഗിയായിട്ട് ഒരു കൾച്ചറലായ രീതിയിൽ നമുക്ക് എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ അതിനെ നമുക്ക് ആഘോഷിക്കാൻ കഴിയും എന്നുള്ളത്. ഇനി രസകരമായ കാര്യം, നമ്മൾ ഈ പറയുന്ന ഓണത്തിന്റെ പാട്ടുണ്ടല്ലോ, മാവേലി നാടുവാണ് ഏടും കാലം. ഈ പാട്ടിന്റെ ഏറ്റവും പഴക്കം ഉള്ള പകർപ്പ് ആര് എഴുതി സൂക്ഷിച്ചതാ? സക്കറിയ സാറ് അത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, പുസ്തകത്തിലെ രൂപത്തിൽ പുറത്തു കൊണ്ടുവന്നു. ട്യൂബിംഗൻ യൂണിവേഴ്സിറ്റിയില് ഇവിടെ ഉണ്ടായിരുന്ന ഗുണ്ടർട്ട്, അദ്ദേഹം ഒരു മിഷണറി ആയിരുന്നു, ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിരുന്നു. അദ്ദേഹം കളക്ട് ചെയ്ത ഒരു ഗീതമാണത്. ഏറ്റവും പഴക്കമുള്ള പകർപ്പ്, ഒന്ന് ഒരു താളിയോല പകർപ്പായിട്ടും മറ്റൊന്നൊരു നോട്ട് പകർപ്പായിട്ടും. അത് ആദ്യത്തെ ഒരു പകർപ്പായിട്ടുള്ളത് ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ ശേഖരത്തിലാണ് അതുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി അത് മാത്രമല്ല, ഇത് ആദ്യമായിട്ട് അടിക്കപ്പെട്ടത് എവിടെയാ? സാൻ തോമസ് പ്രസ്സിലാണ് ആദ്യത്തെ പതിപ്പ്. ഈ ഓണത്തിന്റെ പാട്ട് അച്ചടിക്കപ്പെടുന്നത് സാൻ തോമസ് പ്രസ്സിലാണ്. അത് അവര് തന്നെയാണ് പിന്നെ രണ്ടാമത്തെ ഒരു പതിപ്പ് കൂടി ഇറക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനെ ഒരു മതത്തിന്റെ സംഗതിയായിട്ട് ആരാണ് അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്? ഇനി ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ വാമന ജയന്തി എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റാൻ കേരളത്തിലെ ചില സ്വരങ്ങൾ ഉയരുന്നുണ്ട്.
സത്യത്തിൽ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. മാവേലി കൺസെപ്റ്റ് മൂല്യങ്ങളുടെ ഉത്സവമായും പ്രത്യേകിച്ച് ദ്രാവിഡ സംസ്കാരത്തിന്റെ ഒരു ഒരു നന്മ പറച്ചിലുമായിട്ടും കാണുന്ന ഒരു കാര്യത്തെ അത് മതപരമായ ഒരു കാര്യമായിട്ട് വ്യാഖ്യാനിക്കുകയും അതിനെ ഒരു വാമന ജയന്തിയാക്കി മാറ്റണമെന്നുള്ള നിർബന്ധങ്ങൾ പലയിടത്തു നിന്നൊക്കെ വരികയും ചെയ്യുമ്പോൾ അവിടെയാണ് അത് മതപരമായ ഒന്നാക്കി മാറ്റാനുള്ള ശ്രമം. അതിന് നമ്മൾ നമ്മുടെ ഒരു സാംസ്കാരിക ആഘോഷത്തെ വിട്ടുകൊടുക്കണമോ? ഇതാണ് എന്റെ ചോദ്യം. അപ്പോഴ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാന് ഈ മേഖലയിൽ വളരെ രസകരമായ കുറെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാന് റോമില് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മുടെ മലയാളികൾക്ക്, നിങ്ങൾക്കറിയാമല്ലോ, ഈ വിദേശ മലയാളികൾക്കാണ് ഓണം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ട് വരുന്നത്. അവിടെ ഞാൻ എൻ്റെ കൂടെ കുറെ ചെറുപ്പക്കാര് ഞായറാഴ്ചകളിൽ ഒത്തുചേരുമായിരുന്നു. അപ്പൊ അവരുമായിട്ട് കുറെ നേരം ചെലവഴിക്കും, പ്രാർത്ഥിക്കും, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഒരു പ്രാവശ്യം അവര് പറഞ്ഞു, അച്ഛാ വരുന്ന വ്യാഴാഴ്ച ഓണമാണ് നാട്ടില്. അപ്പൊ അവരുടെ ഭാവം എനിക്ക് മനസ്സിലായി, അവരുടെ ആ താല്പര്യം. ഞാൻ പറഞ്ഞു, അതിനെന്താ, നമുക്ക് വരുന്ന ഞായറാഴ്ച ഓണാഘോഷം നടത്തിയേക്കാം. അങ്ങനെ വരുന്ന ഞായറാഴ്ച അവരെല്ലാവരും എത്തി. പതിവ് പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. അന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ സങ്കീർത്തനം 15 ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. വളരെ സുന്ദരമാണ്. ആരാണ് കർത്താവിന്റെ മുമ്പിൽ നിൽക്കുക, ആരാണ് വിശുദ്ധ മലയിൽ പ്രവേശിക്കുക എന്ന ചോദ്യം ചോദിച്ചിട്ട് പറയുന്നത് മുഴുവൻ സത്യം മാത്രം പറയുന്നവൻ, വഞ്ചന ഇല്ലാത്തവൻ, ഇങ്ങനെ നന്മകളുടെ പുണ്യങ്ങളുടെ വലിയൊരു ആഘോഷമാണ് ആ സങ്കീർത്തനം. ഞാനതെടുത്ത് അന്ന് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഓണ പായസവും ഒക്കെ കഴിച്ച് പിരിഞ്ഞു. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഇതിനുശേഷം പിറ്റേ ഞായറാഴ്ച ഇത് സെലിബ്രേറ്റ് ചെയ്ത കൂട്ടത്തിൽ ഒരാള് തിരികെ വന്നു. ഇതുപോലെ തന്നെ ആ ഞായറാഴ്ചയും ഒന്നിച്ച് എല്ലാവരും കൂടിയപ്പോ വന്നിട്ട് എന്നോട് പറയാണ്, അത് വളരെ സുന്ദരമായിരുന്നു, കഴിഞ്ഞ ഞായറാഴ്ചയിൽ നമ്മുടെ ആ പ്രാർത്ഥനയും ഓണാഘോഷമൊക്കെ വളരെ സുന്ദരമായിരുന്നു. വളരെ സുന്ദരം, ആ സങ്കീർത്തനം ഓണത്തിന് പറ്റിയത് തന്നെ. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും മൂല്യങ്ങളുടെ ആഘോഷം എന്നുള്ള ഉത്സവം എന്നുള്ള രീതിയിൽ നമ്മൾ ഓണത്തെ കണ്ടാൽ 15-ാം സങ്കീർത്തനം സൂപ്പറാണ്, അത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നും പറഞ്ഞു. അപ്പോഴാ പറയുന്നത്, അല്ലച്ച അങ്ങനെയല്ല, അത് എന്നെ വ്യക്തിപരമായി സ്പർശിച്ചു. ഞാനൊരു വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്. അതായത് ആ വ്യക്തി അതുവരെ അന്ന് പറഞ്ഞത് എന്താണെന്നറിയാവോ, ഞാൻ ബില്ലെത്തി തിമ്പ്രാര ചെയ്യാൻ തുടങ്ങി. ഇറ്റാലിയൻ ഭാഷയിലാണ് ബില്ലെത്തി തിമ്പ്രാര ചെയ്യാൻ തുടങ്ങിയെന്ന്. അതായത് അവിടുത്തെ ബസ്സില് യാത്ര ചെയ്യുമ്പോൾ അവിടെ കണ്ടക്ടർ ഇല്ല, ബസ് ഡ്രൈവറേ ഉള്ളൂ, ബാക്കി പിന്നെ ഒരു മെഷീനാണ്. അപ്പൊ ടിക്കറ്റ് പുറത്തുനിന്ന് എടുത്ത് ഈ മെഷീനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അത് ക്യാൻസൽ ചെയ്യപ്പെടും. പിന്നെ 1 മണിക്കൂറത്തേക്ക് അത് ഉപയോഗിക്കാം, പിന്നെ അത് ഉപയോഗിക്കാനാവില്ല. ഇതാണ് അവിടുത്തെ സിസ്റ്റം. അപ്പോ ഈ ലേഡി ടിക്കറ്റ് വാങ്ങി കയ്യിലുണ്ടാവും, പക്ഷെ ഒരിക്കലും കുത്താറുണ്ടായിരുന്നില്ല, ഇത്രേ കാശ് പോകുന്ന വിചാരിച്ചിട്ടാണ്. പക്ഷെ ആ ഓണാഘോഷം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വന്നിട്ട് പറയായിരുന്നു, ഞാന് കഴിഞ്ഞ ഞായറാഴ്ചക്ക് ശേഷം ടിക്കറ്റ് കുത്തി തന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്നൊരു ലേഡി പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഓണാഘോഷം അത് എത്ര ഈ രീതിയിൽ ഒരു സാംസ്കാരികമായ രീതിയിൽ കാണുകയും അതിനെ വിശാലമായ രീതിയിൽ സമീപിക്കുകയും അതിനെ മൂല്യങ്ങളുടെ ഉത്സവമായി കാണുകയൊക്കെ ചെയ്താൽ എന്തുമാത്രം ഗുണമാണ് അത് മനുഷ്യർക്ക് ഉണ്ടാക്കുന്നത്. ഞാന് ഒരു അനുഭവം പങ്കുവച്ചു എന്നേ. അതെ, ശരി, തീർച്ചയായും മറ്റ് ഈ ചരിത്രത്തെ മാറ്റാൻ